Hi everyone, it's me Rahul. Welcome to Richard Talks. ഞാൻ നോർമലി അനാലിസിസ് വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്. ബട്ട് ഞാൻ സ്വിംഗ് ട്രേഡ്സ് ചെയ്യാറുണ്ട്. സോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല സ്വിംഗ് ട്രേഡ്സിൻ്റെ വീഡിയോസ്. സോ ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ സ്വിംഗ് ട്രേഡ്സിൻ്റെ വീഡിയോസ് ജസ്റ്റ് സ്റ്റോക്സ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യാൻ ജസ്റ്റ് അതായത് നാളെ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നാളെ മീൻസ് 19th മെയ്, സോറി 19th ജൂൺ. 19 ജൂണിൽ ബ്രേക്ക്ഔട്ട് വരാൻ പോകുന്ന സ്വിംഗ് ട്രേഡ്സിൻ്റെ സ്വിംഗ് ചെയ്യാൻ പറ്റുന്ന ഓൾ പൊസിഷണൽ ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. മെയിനായിട്ട് ഇല്ല, കുറേയൊന്നും പറയുന്നില്ല, ജസ്റ്റ് 1-2. ഓക്കെ, ജസ്റ്റ് അത് നോക്കിയിട്ട് വരാം നമുക്ക് ജസ്റ്റ്. ഓക്കെ, ചാർട്ടിലോട്ട് പോകാം നേരെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വിംഗ് ട്രേഡിനുള്ള സോ ഫസ്റ്റ് എൻ്റെ കയ്യിലുള്ള ട്രേഡ്, അതായത് എൻ്റെ ട്രെൻഡാണ്. ഓക്കെ, ട്രെൻഡ് നിങ്ങൾ നോക്കിയാൽ കാണാം. ട്രെൻഡ് സോ ഇതൊരു ട്രെൻഡ് നല്ലൊരു ഓൾറെഡി വോളിയം ഉണ്ട് ട്രെൻഡിന്. ആൻഡ് RSI ക്രൈറ്റീരിയാസ് ഞാൻ പറഞ്ഞുതരാം. RSI 60 ബ്രേക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ, 57 RSI 60 ബ്രേക്ക് ചെയ്താൽ RSI ഒരു മൊമെൻറ്റത്തിലോട്ട് RSI വരും. അതായത് നമ്മൾ RSI റിലേറ്റീവ് ഇൻഡെക്സ് സ്ട്രെങ്ത് ഒരു മൊമെൻറ്റിലോട്ട് വരും. അതല്ല തന്നെ ബ്രേക്ക് ഔട്ട്സ് കാണിച്ചു തരാം. സോ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയയിൽ പ്രത്യേകത 23 Jan 25. ഓക്കെ, ജനുവരി 25 ഈ ഒരു ബ്രേക്ക് ചെയ്തപ്പം വന്ന മൊമെൻ്റ് ഉണ്ടോ. ഏകദേശം ഇതാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 6216. ജസ്റ്റ് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോസ് ആണ്. ജസ്റ്റ് ഇതൊരു ബൈ ആൻഡ് സൈ റെക്കമെൻഡേഷൻ അല്ല, ഓൾറെഡി അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇത് താഴെ പോയി. ഇത് താഴെപ്പോട്ട് യു പാറ്റേൺ എടുത്തു. എടുത്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. ഏകദേശം 3rd April 25 വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ താഴെ വീണു. സോ തിരിച്ച് കയറി വന്ന് എന്നാണ് June 6 ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കി. സോ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടും 25,920 ഇത് ബ്രേക്ക് ചെയ്തില്ല, തിരിച്ചു വരുന്നു. സോ നാളെ, അതായത് 19th ജൂൺ, അപ്പം നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ പൊസിഷണൽ ട്രേഡാണ് നോക്കുന്നതെങ്കിൽ മിനിമം ഒരു 1-2 അവറെങ്കിലും ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. 50 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് ചാടി കയറി കഴിഞ്ഞാൽ അടുത്ത കഴിഞ്ഞാൽ താഴെ പോവും, നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് ഔട്ടാവും. സോ ഇതിൻ്റെ മുകളിൽ നാളെ സസ്റ്റെയിൻ ഈ ഒരു മൂവ്മെൻറ്റാണ് വരേണ്ടത്. ഏറ്റവും നല്ലത് ഇത് ബ്രേക്ക് ചെയ്ത് കയറിയിട്ട് ഈ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇങ്ങനെയൊരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ 25,735 ഇത് ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. ഈ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ ട്രേഡിങ്ങിലല്ല, സ്വിംഗ് ട്രേഡിങ്ങിൽ. അതായത് നമ്മൾ ഇപ്പം ഈ മാസത്തെ ഇത് കഴിയാൻ പോവുക, അതായത് ജൂൺ കോൺട്രാക്റ്റ് ജസ്റ്റ് അടുത്ത ഒരു 5-6 ഡേയ്സിൽ കഴിയാം. ഒരു ജൂലൈ കോൺട്രാക്റ്റ് നമ്മൾ ഒരു കോൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ, സോ ഇതിൻ്റെ ഈ താഴെ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു രീതിയിൽ വെക്കാം, ഇതിൻ്റെ താഴെ വെക്കാം. ഇതിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു റിസ്ക് റിവാർഡും ഇവിടുന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ഇതിന് തൊട്ട് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, ഇതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു മൊമെൻറ്റ് കിട്ടും. 1 hourൽ കാണിച്ചു തരാം. നല്ലൊരു ഏരിയ ഉണ്ടത്. ഓക്കെ, ഇത് കണ്ടോ, ഏകദേശം അത്യാവശ്യം നല്ലൊരു പോയിന്റ്, നല്ലൊരു ക്യാപ്ചർ ചെയ്യാൻ കഴിയും. സോ ഇത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് നോക്കാം. ഓക്കെ, ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഈ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ 5933 ഇതും ഒരു ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ ടാർഗറ്റായിട്ട് എടുക്കാം. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ ട്രേഡിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം, ആസ്ട്രൽ. ഓക്കെ, ആസ്ട്രൽ ഒരു നല്ല സോണിലാണ് നിൽക്കുന്നത്. ആസ്ട്രൽ ഉണ്ടോ? ആസ്ട്രൽ നമ്മൾ കാണുന്നുണ്ട്. ആസ്ട്രൽ നമുക്ക് 1-2 ഈ എല്ലാം, അതായത് EMAs നമുക്ക് ഓൺ ചെയ്യാം. ഇത് 20 EMA ആണ്. ഓക്കെ, ഇത് 50 EMA ആണ്. ഇത് 100 EMA ആണ്. ഇത് 200 EMA ആണ്. സോ 20 EMA, അതായത് ഏറ്റവും ചെറിയ EMA, ഇതിനെല്ലാം ക്രോസ് ഓവർ ചെയ്തിട്ട് മുകളിലോട്ട് വരികയാണ്. അത് ഫുള്ളി ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആണുള്ളത്. RSI ഓൾറെഡി
ഏകദേശം 67 ഉണ്ട്. ഇപ്പം സ്റ്റോക്ക് റിജക്ഷൻ എടുത്തിരിക്കുന്നത് 200 EMA. അപ്പോൾ 200 EMAയുടെ മുകളിലൂടെ സ്റ്റോക്ക് മുകളിലോട്ട് സപ്പോർട്ട് എടുത്തിട്ട് നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ടാർഗറ്റ് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇത് 1700 സെക്കൻഡ് ടാർഗറ്റായിട്ട് 1863 ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതും പൊസിഷണൽ ട്രേഡിംഗ് ആണ്, ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല. പിന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺ റിസ്കിൽ അനലൈസ് ചെയ്തിട്ട് ചെയ്യുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, വാട്ട് ഈസ് ദിസ് മാൻ? ഓക്കെ, സോ ഈ ഒരു മൊമെൻറ്റം നമുക്ക് വരുന്ന ദിവസം, അതായത് നെക്സ്റ്റ് മന്ത് കോൺട്രാക്റ്റിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ജൂലൈ കോൺട്രാക്റ്റിൽ. ഓക്കെ, സോ ഇതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഉണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വോളിയം ഈസ് ഇൻക്രീസിങ്, വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡേ ബൈ ഡേ. സോ ഇത് ഒരുപാട് ഡെലിവറി പോകുന്നുണ്ട് സ്റ്റോക്കിൽ, അതും ചെക്ക് ചെയ്തിരുന്നു ഞാൻ സൈറ്റിൽ പോയിട്ട്. സോ ഈ സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മുകളിലോട്ട് തരാൻ ചാൻസ് ഉണ്ട്. സോ ലുബിൻ, ട്രെൻഡ് ആൻഡ് ആസ്ട്രൽ. അതിൽ ലുബിൻ ഒരു എന്താ പറയുക ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലായിട്ടുള്ളത്, ബട്ട് അതൊരു ഡിമാൻഡ് സോണിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ മുകളിലോട്ടുള്ളൊരു ഇത് നോക്കി വെച്ചിരിക്കുന്നത്. ബട്ട് ദിസ് വൺ ആസ്ട്രൽ ആൻഡ് ട്രെൻഡ്, ഈ രണ്ട് സ്റ്റോക്കും നിങ്ങൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. അതിൽ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ചെയ്യുക. സോ ബുക്ക് പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ലോയുടെ താഴെ സ്റ്റോക്ക് വീണാൽ വീണ്ടും ബിയറിഷിലോട്ട് പോകും. അപ്പം ഇതിന് മുകളിൽ മാത്രമേ ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. സോ ഇതും ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഏകദേശം 6-7 മാസം മുന്നേ നടന്നതായിരുന്നു. ഓക്കെ, അതായത് ഇവിടം ഇത് സസ്റ്റെയിൻ ബ്രേക്ക് ചെയ്യാൻ നോക്കി സ്റ്റോക്ക് ട്രെൻഡ് അന്ന് റിവേഴ്സ് ആയിരുന്നു ട്രെൻഡ്, അതുകൊണ്ട് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഫെബ്രുവരി അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് ഇവിടെ വന്നത് എപ്പോഴാണ്? ജൂണിലാണ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി മുതൽ ജൂൺ, അതായത് ഏകദേശം 6-7-8 മന്ത്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു. അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം, ആസ്ട്രൽ. ഓക്കെ, ആസ്ട്രൽ ഒരു നല്ല സോണിലാണ് നിൽക്കുന്നത്. ആസ്ട്രൽ നമ്മൾ കാണുന്നുണ്ട്. ആസ്ട്രൽ നമുക്ക് 1-2 ഈ എല്ലാം, അതായത് EMAs നമുക്ക് ഓൺ ചെയ്യാം. ഇത് 20 EMA ആണ്. ഓക്കെ, ഇത് 50 EMA ആണ്. ഇത് 100 EMA ആണ്. ഇത് 200 EMA ആണ്. സോ 20 EMA, അതായത് ഏറ്റവും ചെറിയ EMA, ഇതിനെല്ലാം ക്രോസ് ഓവർ ചെയ്തിട്ട് മുകളിലോട്ട് വരികയാണ്. അത് ഫുള്ളി ഒരു ബുള്ളിഷ് മൊമെൻ്റാണുള്ളത്. RSI ഓൾറെഡി ഏകദേശം 67 ഉണ്ട്. ഇപ്പം സ്റ്റോക്ക് റിജക്ഷൻ എടുത്തിരിക്കുന്നത് 200 EMA. അപ്പോൾ 200 EMAയുടെ മുകളിലൂടെ സ്റ്റോക്ക് മുകളിലോട്ട് സപ്പോർട്ട് എടുത്തിട്ട് നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ടാർഗറ്റ് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇത് 1700 സെക്കൻഡ് ടാർഗറ്റായിട്ട് 1863 ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതും പൊസിഷണൽ ട്രേഡിംഗ് ആണ്, ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല. പിന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺ റിസ്കിൽ അനലൈസ് ചെയ്തിട്ട് ചെയ്യുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, വാട്ട് ഈസ് ദിസ് മാൻ? ഓക്കെ, സോ ഈ ഒരു മൊമെൻറ്റം നമുക്ക് വരുന്ന ദിവസം, അതായത് നെക്സ്റ്റ് മന്ത് കോൺട്രാക്റ്റിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ജൂലൈ കോൺട്രാക്റ്റിൽ. ഓക്കെ, സോ ഇതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഉണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വോളിയം ഈസ് ഇൻക്രീസിങ്, വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡേ ബൈ ഡേ. സോ ഇത് ഒരുപാട് ഡെലിവറി പോകുന്നുണ്ട് സ്റ്റോക്കിൽ, അതും ചെക്ക് ചെയ്തിരുന്നു ഞാൻ സൈറ്റിൽ പോയിട്ട്. സോ ഈ സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മുകളിലോട്ട് തരാൻ ചാൻസ് ഉണ്ട്. സോ ലുബിൻ, ട്രെൻഡ് ആൻഡ് ആസ്ട്രൽ. അതിൽ ലുബിൻ ഒരു എന്താ പറയുക ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലായിട്ടുള്ളത്, ബട്ട് അതൊരു ഡിമാൻഡ് സോണിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ മുകളിലോട്ടുള്ളൊരു ഇത് നോക്കി വെച്ചിരിക്കുന്നത്. ബട്ട് ദിസ് വൺ ആസ്ട്രൽ ആൻഡ് ട്രെൻഡ്, ഈ രണ്ട് സ്റ്റോക്കും നിങ്ങൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. അതിൽ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ചെയ്യുക. സോ ബുക്ക് പ്രോഫിറ്റ്.
അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ലോയുടെ താഴെ സ്റ്റോക്ക് വീണാൽ വീണ്ടും ബിയറിഷിലോട്ട് പോകും. അപ്പം ഇതിന് മുകളിൽ മാത്രമേ ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇതും ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഏകദേശം 6-7 മാസം മുന്നേ നടന്നതായിരുന്നു. ഓക്കെ, അതായത് ഇവിടെ ഇത് സസ്റ്റെയിൻ ബ്രേക്ക് ചെയ്യാൻ നോക്കി സ്റ്റോക്ക് ട്രെൻഡ് അന്ന് റിവേഴ്സ് ആയിരുന്നു ട്രെൻഡ്, അതുകൊണ്ട് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഫെബ്രുവരി അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് ഇവിടെ വന്നത് എപ്പോഴാണ്? ജൂണിലാണ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി മുതൽ ജൂൺ, അതായത് ഏകദേശം 6-7-8 മന്ത്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു. അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. ആസ്ട്രൽ. ഓക്കെ, ആസ്ട്രൽ ഒരു നല്ല സോണിലാണ് നിൽക്കുന്നത്. ആസ്ട്രൽ നമ്മൾ കാണുന്നുണ്ട്. ആസ്ട്രൽ നമുക്ക് ഒന്ന് രണ്ട് ഈ എല്ലാം, അതായത് EMAs നമുക്ക് ഓൺ ചെയ്യാം. ഇത് 20 EMA ആണ്. ഓക്കെ, ഇത് 50 EMA ആണ്. ഇത് 100 EMA ആണ്. ഇത് 200 EMA ആണ്. സോ 20 EMA, അതായത് ഏറ്റവും ചെറിയ EMA, ഇതിനെല്ലാം ക്രോസ് ഓവർ ചെയ്തിട്ട് മുകളിലോട്ട് വരികയാണ്. അത് ഫുള്ളി ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആണുള്ളത്. RSI ഓൾറെഡി ഏകദേശം 67 ഉണ്ട്. ഇപ്പം സ്റ്റോക്ക് റിജക്ഷൻ എടുത്തിരിക്കുന്നത് 200 EMA. അപ്പോൾ 200 EMA മുകളിലൂടെ സ്റ്റോക്ക് മുകളിലോട്ട് സപ്പോർട്ട് എടുത്തിട്ട് നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റും തരികയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ടാർഗറ്റ് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇത് 1700, സെക്കൻഡ് ടാർഗറ്റായിട്ട് 1863. ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ്, ഇതും പൊസിഷണൽ ട്രേഡിംഗ് ആണ്, ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല. പിന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൺ റിസ്കിൽ അനലൈസ് ചെയ്തിട്ട് ചെയ്യുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, വാട്ട് ഈസ് ദിസ് മാൻ? ഓക്കെ, സോ ഈ ഒരു മൊമെൻറ്റം നമുക്ക് വരുന്ന ദിവസം, അതായത് നെക്സ്റ്റ് മന്ത് കോൺട്രാക്റ്റിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ജൂലൈ കോൺട്രാക്റ്റിൽ. ഓക്കെ, സോ ഇതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഉണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വോളിയം ഈസ് ഇൻക്രീസിങ്, വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡേ ബൈ ഡേ. സോ ഇത് ഒരുപാട് ഡെലിവറി പോകുന്നുണ്ട് സ്റ്റോക്കിൽ, അതും ചെക്ക് ചെയ്തിരുന്നു ഞാൻ സൈറ്റിൽ പോയിട്ട്. സോ ഈ സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മുകളിലോട്ട് തരാൻ ചാൻസ് ഉണ്ട്. സോ ലുബിൻ, ട്രെൻഡ് ആൻഡ് ആസ്ട്രൽ. അതിൽ ലുബിൻ ഒരു എന്താ പറയുക, ബിയറിഷ് സെൻറ്റിമെൻറ്റ്സിലായിട്ടുള്ളത്. ബട്ട് അതൊരു ഡിമാൻഡ് സോണിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ മുകളിലോട്ടുള്ളൊരു ഇത് നോക്കി വെച്ചിരിക്കുന്നത്. ബട്ട് ദിസ് വൺ, ആസ്ട്രൽ ആൻഡ് ട്രെൻഡ്, ഈ രണ്ട് സ്റ്റോക്കും നിങ്ങൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. അതിൽ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ചെയ്യുക. സോ ബുക്ക് പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ലോയുടെ താഴെ സ്റ്റോക്ക് വീണാൽ വീണ്ടും ബിയറിഷിലോട്ട് പോകും. അപ്പം ഇതിന് മുകളിൽ മാത്രമേ ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇതും ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഏകദേശം 6-7 മാസം മുന്നേ നടന്നതായിരുന്നു. ഓക്കെ, അതായത് ഇവിടെ ഇത് സസ്റ്റെയിൻ ബ്രേക്ക് ചെയ്യാൻ നോക്കി സ്റ്റോക്ക് ട്രെൻഡ് അന്ന് റിവേഴ്സ് ആയിരുന്നു ട്രെൻഡ്, അതുകൊണ്ട് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഫെബ്രുവരി അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് ഇവിടെ വന്നത് എപ്പോഴാണ്? ജൂണിലാണ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി മുതൽ ജൂൺ, അതായത് ഏകദേശം 6-7-8 മന്ത്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു. അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. ആസ്ട്രൽ. ഓക്കെ, ആസ്ട്രൽ ഒരു നല്ല സോണിലാണ് നിൽക്കുന്നത്. ആസ്ട്രൽ നമ്മൾ കാണുന്നുണ്ട്. ആസ്ട്രൽ നമുക്ക് ഒന്ന് രണ്ട് ഈ എല്ലാം, അതായത് EMAs നമുക്ക് ഓൺ ചെയ്യാം. ഇത് 20 EMA ആണ്. ഓക്കെ, ഇത് 50 EMA ആണ്. ഇത് 100 EMA ആണ്. ഇത് 200 EMA ആണ്. സോ 20 EMA, അതായത് ഏറ്റവും ചെറിയ EMA, ഇതിനെല്ലാം ക്രോസ് ഓവർ ചെയ്തിട്ട് മുകളിലോട്ട് വരികയാണ്. അത് ഫുള്ളി ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആണുള്ളത്. RSI ഓൾറെഡി ഏകദേശം 67 ഉണ്ട്. ഇപ്പം സ്റ്റോക്ക് റിജക്ഷൻ എടുത്തിരിക്കുന്നത് 200 EMA. അപ്പം 200 EMA മുകളിലൂടെ സ്റ്റോക്ക് മുകളിലോട്ട് സപ്പോർട്ട് എടുത്തിട്ട് നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റും തരികയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ടാർഗറ്റ് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇത് 1700, സെക്കൻഡ് ടാർഗറ്റായിട്ട്
1863. ഈ 2 ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതും പൊസിഷണൽ ട്രേഡിംഗ് ആണ്, ഇൻട്രാഡേ ട്രേഡിംഗ് അല്ല. പിന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൺ റിസ്കിൽ അനലൈസ് ചെയ്തിട്ട് ചെയ്യുക. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, വാട്ട് ഈസ് ദിസ് മാൻ? ഓക്കെ, സോ ഈ ഒരു മൊമെന്റം നമുക്ക് വരുന്ന ദിവസം, അതായത് നെക്സ്റ്റ് മന്ത് കോൺട്രാക്റ്റിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ജൂലൈ കോൺട്രാക്റ്റിൽ. ഓക്കെ, സോ ഇതിന്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഉണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വോളിയം ഈസ് ഇൻക്രീസിങ്, വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡേ ബൈ ഡേ. സോ ഇത് ഒരുപാട് ഡെലിവറി പോകുന്നുണ്ട് സ്റ്റോക്കിൽ, അതും ചെക്ക് ചെയ്തിരുന്നു ഞാൻ സൈറ്റിൽ പോയിട്ട്. സോ ഈ സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് മുകളോട്ട് തരാൻ ചാൻസ് ഉണ്ട്. സോ ലുബിൻ, ട്രെൻഡ് ആൻഡ് ആസ്ട്രൽ. അതിൽ ലുബിൻ ഒരു എന്താ പറയുക ബിയറിഷ് സെന്റിമെന്റ്സിലായിട്ടുള്ളത്, ബട്ട് അതൊരു ഡിമാൻഡ് സോണിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ മുകളിലോട്ടുള്ള ഒരു ഇത് നോക്കി വെച്ചിരിക്കുന്നത്. ബട്ട് ദിസ് വൺ, ആസ്ട്രൽ ആൻഡ് ട്രെൻഡ്, ഈ 2 സ്റ്റോക്കും നിങ്ങൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. അതിൽ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ചെയ്യുക. സോ ബുക്ക് പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ലോയുടെ താഴെ സ്റ്റോക്ക് വീണാൽ വീണ്ടും ബിയറിഷിലോട്ട് പോകും. അപ്പം ഇതിന് മുകളിൽ മാത്രമേ ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. സോ ഇതും ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഏകദേശം 6-7 മാസം മുന്നേ നടന്നതായിരുന്നു. ഓക്കെ, അതായത് ഇവിടം ഇത് സസ്റ്റൈൻ ബ്രേക്ക് ചെയ്യാൻ നോക്കി സ്റ്റോക്ക്, ട്രെൻഡ് അന്ന് റിവേഴ്സ് ആയിരുന്നു ട്രെൻഡ്, അതുകൊണ്ട് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഫസ്റ്റ് ഫെബ്രുവരി. അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് ഇവിടെ വന്നത് എപ്പോഴാണ്? ജൂണിലാണ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി മുതൽ ജൂൺ, അതായത് ഏകദേശം 6-7-8 മന്ത്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുള്ളത്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.